नमस्कार, आप देख रहे हैं न्यूज़ वन हिंदुस्तान। इसकी खास खबरों में मैं हूं आपके साथ ज्ञान प्रकाश पांडे। केरल की लोकसभा सीट के वायनाड उपचुनाव के प्रचार आज आखिरी दिन है। नेता प्रतिपक्ष राहुल गांधी ने बहन प्रियंका गांधी के लिए मैदान में उतरे। उन्होंने प्रियंका के साथ रोड शो किया। सुल्तान बागरी के रोड में शो बड़ा शक्ति प्रदर्शन दिखाई दिया। मंच से कांग्रेस महासचिव प्रियंका गांधी ने कहा, आपने मुझे अपने घरों और दिलों में जगह दी है, मैं आपका बहुत आभारी हूँ। अगर आप मुझे चुनते हैं तो संसद में आपके प्रतिनिधित्व करना मेरे लिए बहुत सम्मान की बात होगी। मैं पूरी प्रतिबद्धता और समर्पण के साथ आपके लिए कड़ी मेहनत करूंगी। You have hugged me, kissed me, brought me into your homes, into your hearts as if I am one of your own. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നു. നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചു. നിങ്ങളുടെ വീടുകൾക്കുള്ളിലേക്ക് നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. More than anything else, I am grateful. ഞാൻ ഇതിനു വേണ്ടി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. I am deeply grateful. I want to just say great honor for me to represent you in Parliament. If you choose me on the day of polling day after tomorrow. എനിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നത് വലിയ ആദരവായി ഞാൻ കണക്കാക്കുന്നു. I will work hard for you with commitment and dedication because to me what you have already given me and what you have given to my brother in the way of giving him love and support at a time that was most difficult for him, I will always be grateful for. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ എന്റെ സഹോദരന് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ നൽകിയ സ്നേഹം, അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇപ്പൊ തന്നെ ചോദിക്കാവുന്നതിൽ കൂടുതൽ നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. In the last few days that I have been campaigning throughout the constituency, I have met families of banana farmers, rubber farmers, coffee growers. വാഴ കൃഷി നടത്തുന്നവരെ, അതുപോലെ തന്നെ കാപ്പി കൃഷി നടത്തുന്നവരെ, റബ്ബർ കർഷകരെ, അവരുടെയൊക്കെ കുടുംബങ്ങളെ ഞാൻ ഈ ഒരാഴ്ച കണ്ടു. I have met Manrega laborers, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കണ്ടു. young tribal people who are excelling in their fields. ചെറുപ്പക്കാരായ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ, അവരവരുടെ മേഖലകളിൽ മികച്ചവരായ അവരെയും ഞാൻ കണ്ടു. I have been to the WMO and to all the institutions run by them. ഞാൻ WMOയിൽ പോയി. അതുമാത്രമല്ല, അവർ നടത്തുന്ന പല സ്ഥാപനങ്ങളിലും ഞാൻ പോയി. Met my sisters and fathers and brothers in the churches here. ഇവിടെയുള്ള പള്ളികളിലെ സിസ്റ്റേഴ്സിനെയും ഫാദേഴ്സിനെയും ബ്രദേഴ്സിനെയും ഞാൻ കണ്ടു. I went to Tirunelli temple yesterday. ഇന്നലെ ഞാൻ തിരുനെല്ലി അമ്പലത്തിൽ പോയി. And I am beginning to slowly understand what are the great issues that you are facing. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. What your life, your tradition and your culture is all about. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്, നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. I am proud to say that I have seen the best of India here. എനിക്കിന്ന് അഭിമാനമുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതാണ് ഈ വയനാട്ടിൽ ഞാൻ കാണുന്നതെന്നിൽ എനിക്ക് അഭിമാനമുണ്ട്. I have seen natural beauty of the spirit, of brotherhood, of friendship amongst all the communities. ഞാൻ ഇവിടെ പ്രകൃതി സൗന്ദര്യം കണ്ടു. അത് മാത്രമല്ല, നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തിന്റെ സൗന്ദര്യം, എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ സാഹോദര്യത്തിന്റെ സൗന്ദര്യവും ഞാൻ ഇവിടെ കണ്ടു. I have seen enterprise in those who are running homestays and small businesses like the ones here. ഇവിടെ പല സംരംഭങ്ങളും ഞാൻ കണ്ടു. ഹോം സ്റ്റേ നടത്തുന്നവരെ കണ്ടു. അതുപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരെ കണ്ടു. And been inspired by young soccer players and sports people. നിങ്ങളുടെ spirit with which they play. ഏതൊരു ഊർജത്തോടു കൂടി കളിക്കുന്ന നിങ്ങളുടെ ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരെ കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. And I will be proud to represent you in Parliament if you give me the chance to. നിങ്ങൾ എനിക്കതിനൊരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ എനിക്ക് അഭിമാനമുണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. You are my sisters and brothers. നിങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരാണ്. And I will work hard for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. I will not let you miss me. നിങ്ങൾ ഒരിക്കലും എന്നെ മിസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞാൻ
often as possible and stand shoulder to shoulder with you in your happiness, in your sadness, face your difficulties with you and fight to resolve all the problems you are facing with you. നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്ന സമയമെല്ലാം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Thank you very much for being here today. नेता विपक्ष राहुल गांधी ने कहा, वायनाड आना हमेशा खुशी की बात होती है। मेरी बहन का भ्रमण स्नेहपूर्वक था, कोई आम राजनीतिक अभियान नहीं। मैं यहाँ एक प्रचारक के तौर पर आया हूँ, उम्मीदवार के तौर पर नहीं। मुझे अनौपचारिक सांसद होने का सम्मान मिला। जब भी मैं यहाँ आता हूँ मुझे वाकई खुशी मिलती है। हर राजनेता के जीवन में ऐसा एक पल आता है जो उसके नजरिए को बदल देता है, और मेरे लिए यहाँ भारत छोड़ो यात्रा भी यह यात्रा सभी लोगों के बीच एकता और समानता का आह्वान करती है। अपनी राजनीति में प्यार शब्द से कई सालों तक दूर रहने के बाद वायनाड ने मुझे अनुभव से बहुत इसे महत्व एहसास कराया। मुझे यहाँ जो प्यार मिला उसने राजनीति के प्रति मेरे दृष्टिकोण बदल दिया। Every politician, they have certain times in their life when their perspective changes, their view of things change. എല്ലാ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ അവരുടെ കാഴ്ചപ്പാട് മാറും, അവരെങ്ങനെയാണോ കാര്യത്തെ കാണുന്നത് അത് മാറും. So you know, when I first went on the Bharat Chodo Yatra, I was a bit surprised because it was a political walk. ആദ്യം ഭാരത് ജോഡോ യാത്രയിൽ പോയപ്പോ ഞാൻ കുറച്ച് അതിശയിച്ചു, കാരണം അത് രാഷ്ട്രീയപരമായ ഒരു നടത്തമായിരുന്നു. The purpose of the walk was political. ആ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമായിരുന്നു. To give a message that everybody should stand together, everybody should be united, everybody should respect each other. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം, എല്ലാ മനുഷ്യരുടെ ഇടയിൽ ഐക്യം ഉണ്ടാവണം, എല്ലാ മനുഷ്യരും പരസ്പരം ബഹുമാനിക്കണം. ഇതായിരുന്നു ആ യാത്രയുടെ രാഷ്ട്രീയ സന്ദേശം. But in the beginning of the yatra already I noticed that I was hugging people. People were kissing me. I was saying I love you. They were saying we love you. പക്ഷെ യാത്ര തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ആളുകളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു, അവരെനിക്ക് ഉമ്മ തരികയായിരുന്നു, ഞാൻ ആൾക്കാരോട് പറയായിരുന്നു ഐ ലവ് യു, ആൾക്കാർ എന്നോട് പറയായിരുന്നു വി ലവ് യു. And I realized while I was on the plane today that for many years I did not use the word love in politics. ഞാൻ ഇന്ന് പ്ലെയിനിൽ വരുമ്പോ ഞാൻ തിരിച്ചറിയായിരുന്നു, ഒരുപാട് വർഷങ്ങൾ രാഷ്ട്രീയത്തിൽ ഞാൻ ലവ് അഥവാ സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. And after I came to Wayanad, suddenly I started using the word love in politics. അത് മാത്രമല്ല, വയനാട്ടിൽ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. And I realized that it is because the people of Wayanad gave me so much love and affection that my entire politics changed. എനിക്ക് മനസ്സിലായി, വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയത് കാരണം എന്റെ രാഷ്ട്രീയം തന്നെ മാറി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. I realized that the only weapon to actually counter hatred, anger is love and affection. ഞാൻ ഇവിടെ വന്ന ശേഷം തിരിച്ചറിഞ്ഞു, ദേഷ്യത്തെ, കോപത്തെ ഒരേ ഒരു ആയുധം സ്നേഹവും ഇഷ്ടവുമാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചറിഞ്ഞു. Sometimes now I go in Delhi, sometimes I go out, and after the yatra, people will say to me, "Oh, we love you," and I will answer them, "I love you." ഞാനിപ്പോ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ എന്നോട് വന്ന് പറയും വി ലവ് യു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ തിരിച്ച് ഞാൻ പറയും ഐ ലവ് യു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചു പറയും. And sometimes I think from so many years as a politician I did not use that word. ഞാൻ മനസ്സിലാക്കി, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരുപാട് കാലം ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. And people of Wayanad taught me that word has a very important place in politics. വയനാട്ടിലെ ജനങ്ങളായി നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, സ്നേഹം എന്ന വാക്കിന് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. राहुल गांधी ने कहा, प्रियंका गांधी सांसद की उम्मीदवार हैं, वह मेरी छोटी बहन है, इसलिए मुझे वायनाड के लोगों से शिकायत करने का अधिकार है। वायनाड मेरे दिल की राजनीति से परे एक बहुत बड़ी जगह है। मैं अपनी बहन को भी चुनौती देना चाहूंगा कि वह वायनाड को सबसे बेहतरीन पर्यटन स्थल बनाए। जो लोग केरल के बारे में सोचते हैं कि सबसे पहले वायनाड ही होना चाहिए,
It's always a pleasure for me to come to Wayanad. എനിക്ക് എല്ലായ്പ്പോഴും വയനാട്ടിൽ വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. Now my sister, she gave a, how can I say, she gave a political development affectionate speech. ഞാൻ എന്താ പറയേണ്ടത്? എന്റെ സഹോദരി ഇപ്പോ രാഷ്ട്രീയ വികാസത്തെ കുറിച്ചും അത് മാത്രമല്ല സ്നേഹത്തോടു കൂടിയ ഒരു പ്രസംഗം നിങ്ങൾക്ക് നൽകുകയുണ്ടായി. But I have come here not as the candidate but as a campaigner. പക്ഷെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ടല്ല, പ്രചരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. As I already mentioned to you, I'm already your unofficial member of parliament. So I don't need to stand as the official member of parliament. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിങ്ങളുടെ അനൌദ്യോഗിക ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധിയാകേണ്ട ആവശ്യമില്ല. So today, when I was coming on the way here, on the plane, I was thinking to myself that I was member of parliament of Wayanad for 5 years. What did I get from the people of Wayanad? Whenever I hear, naturally I feel happy. ഞാൻ എപ്പോ വയനാട്ടിൽ ഇവിടെ വരുമ്പോഴും സ്വാഭാവികം എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. Like sometimes, even if I'm in a little bit irritated mood, if I'm going to go to Wayanad, I'm like, oh good, I feel happy. ब्यूरो रिपोर्ट न्यूज 1 हिंदुस्तान दिल्ली। अयोध्या स्थित भगवान लड्डू गोपाल के साथ युवतियों ने शुरू की पंचकोसी परिक्रमा। हाथ में लड्डू गोपाल को लेकर शुरू से पंचकोसी परिक्रमा। सिंहासन पर बैठे लड्डू गोपाल युवती की है पंचकोसी परिक्रमा। अयोध्या के रानी बाजार की रहने वाली युवती रानी बाजार से आ रहे हैं। हमारे लड्डू गोपाल बहुत कुछ मिलता है, भगवान सबको देते हैं। की बहुत अच्छी लग रही है, मुझे व्यवस्था बहुत अच्छी लग रही है। प्रशासन भी अच्छा है, सब कुछ अच्छा है, सब अच्छा है। पाठ हुआ है और तब भी 10-11 बज जाएंगे हमारे हिसाब से। नहीं इस बार लेकर आए क्योंकि घर पे सब लोग नहीं ना, सब लोग नहीं। बहुत अच्छा लग रहा है, मतलब शायद अब की दोबारा जाएंगे राम मंदिर। एक बार आकर जा चुके हैं, बहुत अच्छे लगा मंदिर भगवान को। हाँ घर भी जाएंगे, हाँ करके जाएंगे। हाँ क्योंकि उस बार आए थे तो बहुत लोग लेकर आए थे, तो हम सोचे हम भी लेकर जाएंगे और घर पे कोई था भी नहीं, अकेले कैसे छोड़। अयोध्या से मयंक श्रीवास्तव की रिपोर्ट। मितौली नीम गांव पुलिस व एसओजी टीम की संयुक्त टीम ने अंतर्राष्ट्रीय लूट नकबजनी की घटना कारित करने वाले 2 आरोपियों को मुठभेड़ के दौरान गिरफ्तार किया है। मुठभेड़ में एक आरोपी के दाहिने पैर में गोली लगी, जबकि एक आरोपी अंधेरे का फायदा उठाकर फरार हो गया। पकड़े गए आरोपी के कब्जे से अवैध तमंचा, लूट का सामान, नकदी व मोटरसाइकिल बरामद हुई। देखिए, विगत माह में जनपद खीरी के विभिन्न थानों के अंदर कुछ बदमाशों द्वारा लूट की घटनाएं की थी, चैन घटनाएं की थी, जिसको लेकर के एक संयुक्त टीम गठित की गई थी, जिसमें स्वाट टीम थी और एसओस थे, उनकी टीम थी। तो इसको लेकर के मामला गंभीर था और चुनौती थी पुलिस के लिए। पुलिस अधीक्षक महोदय के निर्देश थे कि जगह चेकिंग हो और कार्रवाई हो बदमाशों पे। तो उसी परिप्रेक्ष्य में आज स्वाट टीम द्वारा और एसओ मितौली द्वारा चेकिंग की जा रही थी। तभी मुखबिर के द्वारा सूचना मिली कि 3 बदमाश मोटरसाइकिल से आ रहे हैं अजान की तरफ से और सीतापुर जाने की फिराक में हैं और ये बदमाश जो घटना कार्य की है और इस घटना कार्य करने की फिराक में है। तो इस सूचना पर तत्काल एसएचओ मितौली ने एसओ नीमगांव को जेरी टेलीफोन से अवगत कराया घटना से और स्वाट टीम को तीनों टीमें रवाना मौके के लिए। जैसे ही मौके पर आई तो बदमाश जैसे आ रहे बदमाशों ने पुलिस को देख करके मोटरसाइकिल रोककर वापस करने की कोशिश किया, लेकिन पुलिस से घिर चुके थे। तो घिर का देख करके उन्होंने पुलिस पार्टी फायर करना शुरू किया। पुलिस ने भी अपने बचाव में फिर आत्मरक्षार्थ जवाबी फायर किया, जिसमें एक बदमाश की गोली लगी है और एक बदमाश को पकड़ लिया और एक बदमाश अंधेरे का लाभ लेकर के फरार हो गया है। उसके लिए पुलिस टीम कॉमिंग कर रही है, बहुत जल्दी उसकी गिरफ्तारी होगी। जो घायल बदमाश है उसका नाम इरशाद उर्फ मन्ना है और जो पकड़ा गया है वो वशीउल्लाह है।
ये इनके पास से तमंचा जिंदा कारतूस बरामद हुआ है, मोटरसाइकिल जो घटना मोटरसाइकिल यूज की थी बरामद है, और इनके पास से कुछ सफेद और गोल्डन सामान बरामद हुआ है। ये वही लूट का सामान है जो इन्होंने घटना किया है, और घायल को अस्पताल भेज दिया गया है। मौके पर शांति है और संदेश कायम है। लखीमपुर खीरी से सत्येंद्र कुमार की रिपोर्ट। उत्तराखंड की राजधानी देहरादून के प्रेमनगर थाना क्षेत्र के केहरी गांव इलाके में स्थानीय युवकों और एक बुजुर्ग ने जमकर उत्पात मचाया। हॉस्टल में रह रहे छात्रों से हुए विवाद के बाद हॉस्टल में घुसकर दरवाजा तोड़कर उन्हें निकालकर पीटा गया। मौके पर पुलिस के साथ भी जमकर मुतक की जानकारी के मुताबिक देहरादून में रहकर पढ़ाई कर रहे छात्र इसी इलाके में बने हॉस्टल में रहते थे, जहाँ हुए विवाद के बाद युवक डरकर हॉस्टल आ गए और कमरा बंद कर दिया। इस बीच आरोपी दबंग लाठी डंडों संबल हथौड़ों से लैस होकर पहुंचे और दरवाजा तोड़कर युवक को निकाल कर पीटा। एक युवक का हाथ भी घटना में टूट गया। आरोपी में रिटायर्ड फौजी और उसका पुत्र भी बताया जा रहा है। आरोपियों द्वारा हॉस्टल में लगे सीसीटीवी कैमरे भी बंद करने की कोशिश की, हालांकि वह ऐसा नहीं कर पाए। थाना प्रभारी प्रेमनगर गिरीश नेगी के मुताबिक मामले में देर रात मुकदमा दर्ज कर लिया गया और आरोपियों को जल्द गिरफ्तार किया जाएगा। आपको बता दें, न्यूज वन हिंदुस्तान इन फुटेज की पुष्टि नहीं करता। ब्यूरो रिपोर्ट, न्यूज वन हिंदुस्तान देहरादून। बने रहें खबरों में, देखते रहें न्यूज वन हिंदुस्तान। नमस्कार। आप देख रहे हैं न्यूज वन हिंदुस्तान।